അപ്പോ സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാദേശിക കേന്ദ്രം കോഴിക്കോട്ട് ആരംഭിച്ചതിന്റെ 40ാം വാർഷിക ആഘോഷങ്ങളുടെ പരിപാടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എല്ലാവർക്കും ഞാൻ ആദ്യമേ സ്വാഗതം പറയുന്നു. ഔപചാരികമായ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പ്രാദേശിക കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എൻ ജയകൃഷ്ണനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ പ്രൊഫസർ ബി കാർത്തികൻ നായർ അവർ. ഒരു കാര്യം, നമ്മുടെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ മൈക്ക് മ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ പ്രശ്നം ഉണ്ടാവും. സംസാരിക്കുന്ന ആൾ മാത്രമേ ഈ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാവൂ. സാറിന് കേൾക്കാമോ ഞാൻ പറയുന്നത്? സാറിന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കാം, എനിക്ക് കേൾക്കാം. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ ബി കാർത്തികൻ നായർ അവർ. 40ാം വാർഷികം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ പി കെ പോക്കർ മാഷ്, ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായ ഡോക്ടർ എം എം ബഷീർ മാഷ്, ഇവിടെ ആശംസ പറയുന്ന എൻ്റെ സഹപ്രവർത്തക എൻ ഡി ബീന, നന്ദി പറയുന്ന ശ്രീ മുഹമ്മദ് ഇസഹാഖ്, പ്രാദേശിക കേന്ദ്രത്തിലെ കേന്ദ്ര ഓഫീസിലെ ജീവനക്കാരെ, സുഹൃത്തുക്കളെ, പ്രാദേശിക കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു സുദിനമാണിത്. പക്ഷെ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഒരു 150-200 പേരെ, 200-ലധികം പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കേണ്ട ഈ ചടങ്ങ് ഇന്ന് കേവലം നാമമാത്രമായ ജീവനക്കാരെ വെച്ചുകൊണ്ട് മാത്രം പ്രാദേശിക കേന്ദ്രത്തിലെ എൻ വി ഹാളിൽ നടത്തേണ്ട ഒരു പരിതാപകരമായ അവസ്ഥയാണ്. കോവിഡ് വ്യാപനം മൂലം വളരെ വിപുലമായി സജ്ജീകരിക്കാൻ വെച്ചിരുന്ന തീരുമാനങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വന്നു. ഒരു 10 ദിവസത്തെ പുസ്തകോത്സവം വരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു. എന്നിരുന്നാൽ പോലും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിൽ കൂടെയും ഈ ചടങ്ങ് കാണാൻ എത്തുന്ന ഒരുപാട് വായനക്കാരുണ്ടാവും, നമ്മുടെ അഭ്യുദയകാംക്ഷികളുണ്ടാവും. അവരെല്ലാം സാക്ഷി നിർത്തി 40ാം വാർഷികത്തിൻ്റെ ഈ ചടങ്ങിന് ഞാൻ സ്വാഗതം പറയുകയാണ്. ഒരു സാംസ്കാരിക സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 40 വർഷം എന്ന് പറയുന്ന അത്ര സുദീർഘമായൊരു കാലയളവല്ല. പക്ഷേ കഴിഞ്ഞ 40 വർഷത്തിലധികമായി പ്രാദേശിക കേന്ദ്രം മലബാർ മേഖലയുടെ ഒരു വൈജ്ഞാനിക കാവലാളായി, അതിൻ്റെ ഒരു വിജ്ഞാന വ്യാപന കേന്ദ്രമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി കെ നായനാരാണ് കൽപ്പക ഓഡിറ്റോറിയത്തിൽ വെച്ച് ഔപചാരികമായി പ്രാദേശിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കോഴിക്കോട് ജനതയ്ക്ക് സമ്മാനിച്ചത്. അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ബേബി ജോൺ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ശ്രീ സുകുമാർ അരീക്കോട്, അന്നത്തെ ഡയറക്ടർ ഡോക്ടർ NBP ഉമ്മർകുട്ടി തുടങ്ങിയ ഒട്ടനവധി പ്രമുഖർ അന്ന് ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രാദേശിക കേന്ദ്രത്തിന് അനുമതി ലഭിക്കുന്നത്. 1980കളിൽ കോഴിക്കോട്ടെ ചെറുകുട്ടി റോഡിലുള്ള മാളിയേക്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഈ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രഗത്ഭരായ ഒട്ടനവധി അസിസ്റ്റന്റ് ഡയറക്ടർമാർ അത് പ്രവർത്തിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രമുഖൻ ആദ്യത്തെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ശ്രീ പഴവള രമേശനാണ്. അദ്ദേഹമാണ് വാസ്തവത്തിൽ പ്രാദേശിക കേന്ദ്രത്തിലെ മലബാർ മേഖലയിലെ സാഹിത്യകാരന്മാരെ, എഴുത്തുകാരെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രവുമായി ബന്ധിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചത് ശ്രീ പഴവള രമേശനായിരുന്നു. അതിനുശേഷം തന്നെ മലയാളത്തിന്റെ പ്രിയ കവിയായ ശ്രീ പുനരൂർ ബാലൻ, ഡോക്ടർ KN ശ്രീനിവാസൻ തുടങ്ങിയ ഒട്ടനവധി ആളുകൾ, M രാധാകൃഷ്ണൻ, KP ദേവദാസ്, ഈയിടെ അന്തരിച്ച പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് തുടങ്ങിയ ഒട്ടനവധി പേർ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയുണ്ടായി. വാസ്തവത്തിൽ 1970കളിൽ പ്രാദേശിക ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 പ്രാദേശിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു: കൊല്ലം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. പക്ഷെ 1974കളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പോലെ ഈ പ്രാദേശിക കേന്ദ്രങ്ങൾ അവിടെ അത് നിർത്തിവെക്കുകയുണ്ടായി. അതിന്റെ പ്രധാന കാരണം, ഈ പ്രാദേശിക കേന്ദ്രങ്ങൾ അന്ന് വിഭാവനം ചെയ്യുന്നത് പുസ്തക വിപണനമോ സംഭരണമോ ഉദ്ദേശിച്ചായിരുന്നില്ല. മറിച്ച് 5 പ്രാദേശിക കേന്ദ്രങ്ങളിലും 5 ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുടെ ആസ്ഥാനമാക്കി മാറ്റി അവിടെ നിന്ന് പുസ്തക നിർമ്മാണം, എഡിറ്റിംഗ് തുടങ്ങിയ ജോലികൾ നിർവഹിക്കുന്നതാണ് പ്രധാനം. പക്ഷേ കനത്ത സാമ്പത്തിക നഷ്ടം മൂലം
ആ പ്രാദേശികത്തിൽ കോഴിക്കോട്ടെ അടക്കം നിർത്തലാക്കേണ്ടി വന്നു. 1980-കളിൽ ഡോക്ടർ NB ഉമ്മറുകുട്ടി സാറ് ഡയറക്ടറായിരുന്നപ്പോൾ അദ്ദേഹം താല്പര്യമെടുത്ത് പ്രാദേശിക കേന്ദ്രം കോഴിക്കോട് തുടങ്ങാൻ ആരംഭിച്ചു. അതിന്റെ പത്രസമ്മേളനം, അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പ്രാദേശിക കേന്ദ്രത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുണ്ടായി. അതിലൊന്ന്, കേരളത്തിലെ 7 ജില്ലകളിൽ, തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തകങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുവാനായിട്ട്, വിദ്യാർത്ഥികളിൽ എത്തിക്കുവാനായിട്ട് പുസ്തകമേളകൾ കൃത്യമായി സംഘടിപ്പിക്കുകയാണ്. 2, ഈ മലബാർ മേഖലയിലുള്ള ശാസ്ത്ര സാഹിത്യ എഴുത്തുകാരെ സംഘടിപ്പിച്ച് ശാസ്ത്ര പുസ്തകങ്ങൾ നിർമ്മിക്കുക. നമ്മുടെ ആദ്യകാല വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ സിൽ നമ്പർ 1 മുതലുള്ള ചില പുസ്തകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, പ്രാദേശിക ഈ വടക്കൻ മേഖലയിലുള്ള ഒട്ടനവധി ശാസ്ത്ര സാഹിത്യകാരന്മാരെ, അച്യുതൻ മാഷിനെ പോലെയുള്ള ഒരുപാട് ശാസ്ത്ര സാഹിത്യ എഴുത്തുകാരന്മാരെ കൊണ്ടുവരാൻ പ്രാദേശിക കേന്ദ്രത്തിൽ അന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഒരു സീനിയർ റിസർച്ച് ഓഫീസർ, 3 റിസർച്ച് ഓഫീസർമാർ തുടങ്ങിയ പ്രബലമായ ഒരു അക്കാദമിക് വിങ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അക്കാദമികമായ രംഗത്തിന് വിപണനത്തെക്കാൾ കൂടുതൽ, പുസ്തക വിൽപ്പനയേക്കാൾ കൂടുതൽ അക്കാദമിക രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പ്രാദേശിക കേന്ദ്രം തുടങ്ങിയത്. പക്ഷെ പിന്നീട് ആളുകൾക്ക് പെൻഷൻ പറ്റിപ്പോയ ആളുകൾക്ക് ശേഷം പിന്നീട് തുടർ നിയമനം കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ കേവലം ഒരു എഡിറ്റോറിയൽ അസിസ്റ്റന്റിലേക്ക് മാത്രമായിട്ട് അത് ചുരുങ്ങി. എന്നിരുന്നാൽ പോലും നിസ്തന്ത്രമായി, വളരെ അഭംഗുരമായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വടക്കൻ മേഖലയിലുള്ള എഴുത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഇറക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ഈ പ്രാദേശിക കേന്ദ്രം എന്ന് പറയുന്നത് 1980 ആരംഭിച്ചു. ഇന്ന് 2020 അത് വന്ന് നിൽക്കുമ്പോൾ ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു സംഭരണ വിപണനശാല എന്നതിലുപരി ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കൊടുക്കുവാൻ പ്രാദേശിക കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം ഞാൻ മുൻപ് സൂചിപ്പിച്ച പ്രഗത്ഭമതികളായ ആളുകളുടെ നേതൃത്വത്തിലുള്ള ഒരു രീതിയായിരുന്നു. ജനകീയമായിട്ടും അക്കാദമികമായിട്ടും സംയോജിച്ചു പോകുന്ന ഒരു രീതി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണമെന്നുള്ള ഒരു ശൈലി ഇതിന്റെ തുടക്കത്തിൽ തന്നെ എന്റെ ശില്പികൾ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. അതിനെ പിന്തുടർന്നാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രം അത്തരം രീതി അവലംബിച്ചത്. നമുക്കറിയാം, സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേവലം സിമന്റ് കൊണ്ടും കല്ലുകൊണ്ടും കെട്ടിയ കെട്ടിടങ്ങൾ മാത്രമല്ല, അത് കൃത്യമായ ദിശാവിലാസത്തിന്റെയും ഭരണ നൈപുണ്യയുടെയും ഒക്കെ ഫലമായി ഉണ്ടാകുന്ന പുതിയ വിഭാഗങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഓരോ സാംസ്കാരിക സ്ഥാപനങ്ങളും ആരംഭിച്ചത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിറവിയും 1968 അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വെച്ചായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 40 കൊല്ലം എന്ന് പറയുന്നത് കൊണ്ട് അതൊരു മധ്യവയസ്കിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നും പ്രാദേശിക കേന്ദ്രം അതിന്റെ പ്രവർത്തന ശൈലി കൊണ്ട് അരസ്യൂത യൗവനത്തിന്റെ ഭൂതദാത്രിയായി, വൈജ്ഞാനിക വ്യാപനത്തിന്റെ കാവലാളായി നിലകൊള്ളുവാൻ ഇന്ത്യൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സ്ഥാപനത്തെ കുറിച്ച് ഒരുപക്ഷെ എന്നേക്കാൾ അധികം നന്നായി അറിയാവുന്ന ബഷീർ മാഷും പോക്കർ മാഷും ഒക്കെ ഇവിടെയുണ്ട്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കാർത്തികനാഥ് സാറാണ്. അദ്ദേഹം ഡയറക്ടറായി ചാർജ് എടുത്തതിന് ശേഷം, പ്രത്യേകിച്ചും കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ പ്രാദേശിക കേന്ദ്രത്തിന് കൃത്യമായ ദിശാവ്യതിയാനം ഉണ്ടാക്കുവാൻ കഴിയും. ഞാനിവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചുമതലയേൽക്കുമ്പോൾ ഒട്ടനവധി പരിമിതികൾ, സാങ്കേതികമായിട്ടും അല്ലാതെ ഒട്ടനവധി പരിമിതികൾ ഈ സ്ഥാപനം നേരിട്ടിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഡയറക്ടറുടെയുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കവും ഇടപെടലുകളും മൂലം ഒട്ടനവധി കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജില്ലാ കേന്ദ്രങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന പുസ്തകമേളകൾ അത് കേരളത്തിന്റെ വടക്കൻ മേഖലകളിലെ താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലേക്ക് വ്യാപിപ്പിച്ചു. ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ, പൊന്നാനി പോലെയുള്ള താലൂക്ക് മുനിസിപ്പാലിറ്റികളിൽ, സുൽത്താൻ ബത്തേരി പോലെയുള്ള സ്ഥലങ്ങളിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേ വയനാട്ടിൽ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിരുന്ന കൽപ്പറ്റയായിരുന്നു. അവിടെ നിന്നും മാനന്തവാടിയിലേക്കും സുൽത്താൻ ബത്തേരിയിലേക്കും നമ്മൾ കടന്നു ചെല്ലാത്ത പല പ്രദേശങ്ങളിലേക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കടന്നു ചെല്ലാൻ പറ്റി. അതിൽ നിന്ന് നമുക്ക് അവിടെ ചർച്ചകളും സെമിനാറുകളും മാത്രമല്ല, അവിടെ 1 ദിവസമോ 2 ദിവസമോ നിൽക്കുന്ന ചെറിയ മേളകൾ സംഘടിപ്പിച്ച് വിൽപ്പന വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരെ മുഴുവൻ കഴിഞ്ഞ 2.5-3 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. എം ടി വാസുദേവൻ നായർ, ടി പത്മനാഭൻ, സി രാധാകൃഷ്ണൻ, ആശാ മേനോൻ, ഇ പി രാജഗോപാലൻ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, എം എൻ കാരശ്ശേരി തുടങ്ങി ഒട്ടനവധി എഴുത്തുകാരെ നമ്മുടെ വേദികളിലേക്ക് പ്രാദേശിക കേന്ദ്രത്തിന് കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ സാധിച്ചു. ഇതിനെല്ലാം നിർലോഭമായ സഹകരണവും പിന്തുണയും നൽകിയത് ബഹുമാനപ്പെട്ട ഡയറക്ടർ കാർത്തികൻ നായർ സാർ അവറുകളാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഇതിന് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇത് ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഭാഷാൻഷിന്റെ മുൻ ഡയറക്ടറും കോഴിക്കോട് സർവകലാശാല തത്വശാസ്ത്ര വിഭാഗം മുൻ മേധാവിയുമായിരുന്ന ഡോക്ടർ പി കെ പോക്കറാണ്. 2007 അദ്ദേഹം ഇവിടെ ഡയറക്ടറായിരുന്നു. ആ 5 വർഷക്കാലം ഞാൻ ഇപ്പോഴും കൃത്യമായി ഓർക്കുന്നു. പ്രാദേശിക കേന്ദ്രത്തിനോട് വളരെയധികം ആഭിമുഖ്യം അദ്ദേഹം പുലർത്തിയിരുന്നു. 30 ദിവസത്തിനുള്ളിൽ 10 ദിവസവും അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി പ്രാദേശിക കേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അന്താരാഷ്ട്ര പുസ്തകമേളകൾ സംഘടിപ്പിച്ചു. ഒട്ടനവധി പുതിയ എഴുത്തുകാരെ പ്രാദേശിക കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഏറ്റവും ഗണനീയമായ ഒരു സംഭാവന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആദ്യകാല പ്രസിദ്ധീകരണങ്ങളായിരുന്ന ഗ്ലോസറിയിൽ നിന്ന് ആ ഗ്ലോസറിയുടെ പുനരാവിഷ്കാരം അല്ലെങ്കിൽ അതിന്റെ ഒരു പരിഷ്കരണം ആരംഭിച്ചത് പ്രാദേശിക കേന്ദ്രത്തിൽ നിന്നാണ്. അക്കാലത്ത് പരിഷ്കരണം മാത്രമല്ല, സുവോളജി, ബോട്ടണി തുടങ്ങിയ പുതിയ വിഷയങ്ങളിൽ, കൾച്ചറൽ സ്റ്റഡീസ് പോലുള്ള പുതിയ വിഷയങ്ങളിൽ ഗ്ലോസറികൾ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹം പ്രാദേശിക കേന്ദ്രത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം നിർവഹിച്ചിരുന്നു. ഇവിടെ നിന്നാണ്, ഈ NV ഹാളിൽ നിന്നാണ് അന്ന് പല എഴുത്തുകാരും ഗ്ലോസറി നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത്. 2ാം ഘട്ടത്തിൽ എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം വാസ്തവത്തിൽ ഇന്ന് ഈ ചടങ്ങിൽ ഇവിടെ നേരിട്ട് വന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ വ്യക്തിപരമായ ഒരാവശ്യത്തിന് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടി വന്നു. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടാണ്, അരിക്കാടിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് സംവദിക്കുന്നതും ഈ ചടങ്ങ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതും. അദ്ദേഹത്തെയും ഞാൻ വളരെ ആദരപൂർവ്വം പ്രാദേശിക കേന്ദ്രം ജീവനക്കാരുടെ പേരിലും എന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന്റെ മുഖ്യ അതിഥി ഡോക്ടർ M. ബഷീർ മാഷാണ്. വർഷങ്ങളായി ബഷീർ മാഷിന് ഈ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് പ്രാദേശിക കേന്ദ്രവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ഞങ്ങളുടെ പുസ്തകശാലയിൽ വന്ന് സ്ഥിരമായി പുസ്തകങ്ങൾ വാങ്ങുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പരാതി അദ്ദേഹം എന്നോട് ഇന്ന് രാവിലെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ക്രെഡിറ്റ് സൗകര്യം ഈ പുസ്തകങ്ങൾ വാങ്ങുവാൻ കോളേജുകൾക്ക്, സ്കൂളുകൾക്ക് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അത് വിൽപ്പനയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ളത്. വാസ്തവത്തിൽ അത് പ്രാദേശിക കേന്ദ്രത്തിന് മാറ്റാവുന്ന ഒരു വൈതരണിയല്ല. അതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിന്റെ നിർദ്ദേശം വളരെ പരിഗണനാർഹമാണ്, ക്രിയാത്മകമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ഈ ചടങ്ങിന് ആശംസ നേരുന്ന എന്റെ സഹപ്രവർത്തക ശ്രീമതി NB ബീനയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പ്രാദേശിക കേന്ദ്രത്തിൽ ഇപ്പോൾ അക്കാദമി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഏക വ്യക്തി ബീനയാണ്. ബീനയുടെ വിഷയം മലയാളമാണെങ്കിലും ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. കാരണം നമ്മൾ മലയാള ഗ്രന്ഥങ്ങൾക്ക്, സാഹിത്യ പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശാസ്ത്ര പുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ബീന ശ്രീധരൻ മാഷിനെ പോലെയും അച്യുതൻ മാഷിനെ പോലെയും ലിസ ജോസിനെ പോലെയുമുള്ള നമ്മുടെ എഴുത്തുകാരെ, ശാസ്ത്ര സാഹിത്യ എഴുത്തുകാരെ കൊണ്ടുവന്ന പുസ്തകങ്ങൾ എഴുതിപ്പിക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ക്രിയാത്മകമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ബീന എന്നാണ് കഴിഞ്ഞ 2-2.5 വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബീനയും ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ചടങ്ങിന് നന്ദി പറയുന്നത് എന്റെ സഹപ്രവർത്തകനായ ശ്രീ മുഹമ്മദ് ഇസഹാക്കാണ്. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഒരുപക്ഷെ ഏറ്റവും ഉത്സാഹത്തോടെ ജോലി ചെയ്യുന്ന ഒരാൾ. ഒരു ചെടി വെള്ളത്തെ ആഗിരണം ചെയ്യുന്നത് പോലെയാണ് ഇസഹാക്ക് പലപ്പോഴും കാര്യങ്ങളെ അനുധാവനം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഇസഹാക്കിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തിരുവനന്തപുരത്തുള്ള എൻ്റെ സഹപ്രവർത്തകരായ ഒട്ടനവധി ജീവനക്കാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരെയും പ്രാദേശിക കേന്ദ്രത്തിലെ എൻ്റെ പ്രിയപ്പെട്ട ജീവനക്കാരെയും സഹപ്രവർത്തകരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സമയം ഏറെയാകുന്നു. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രാദേശിക കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ശ്രീ NP പരമേശ്വരൻ എന്ന് പറയുന്ന എഡിറ്റർ, പ്രഗത്ഭമതിയായ അദ്ദേഹം
ഒരേകം 1977 വിജ്ഞാനകരണിയിൽ ഒരു വരി എഴുതിയിട്ടിരുന്നു. ആ വരി ഇങ്ങനെയായിരുന്നു: ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു 5 മണി 10 മണി സ്ഥാപനമല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒരിടമാണിത്. അന്നുവരെ തലസ്ഥാനത്തിന്റെ മണ്ണിൽ നടപ്പെടാതെ പോയ അല്ലെങ്കിൽ നടാതെ പോയ ഒരു ചെടിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ ചെടി ഇന്നും പൂക്കാതെ ആ ചെടി ഇന്നും മായാതെ മങ്ങാതെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹം വിജ്ഞാനകരണിയിൽ എഴുതിയത്. ആ ചെടിയിൽ നിന്നും ഉണ്ടായൊരു പുഷ്പമാണ് പ്രാദേശിക കേന്ദ്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒട്ടനവധി പരിമിതികളുണ്ടെങ്കിൽ ആ പരിമിതികളെല്ലാം അതിജീവിച്ച് ഇന്നും കൃത്യമായി വിജ്ഞാന വ്യാപനത്തിന്റെ ഒരു സമരോത്സുക സഞ്ചാരം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് 40-ാം വയസ്സിലേക്ക് ഈ പ്രാദേശിക കേന്ദ്രം കടക്കുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എന്റെ പൂർവ്വസൂരികളായ അസിസ്റ്റന്റ് ഡയറക്ടർമാർ, അവരെ സഹായിച്ച മറ്റു സഹപ്രവർത്തകർ, ഇവിടെ നിന്നും പെൻഷൻ പറ്റിപ്പോയ 20ഓളം വരുന്ന ജീവനക്കാർ, അവരെ എല്ലാവരെയും ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചിരുന്നു. പക്ഷേ 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് ഏറെയും എന്നുള്ളതിനാൽ, അനാരോഗ്യമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അവരെല്ലാം സ്നേഹപൂർവ്വം ക്ഷണം നിരസിക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും വീടുകളിൽ നിന്ന് അവർ ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെയും കൂടെ അധ്വാനവും ശ്രമവും അവരുടെ കൂടെ വിയർപ്പുമാണ് ഇന്നും 40-ാം വയസ്സിൽ ഉത്തരമേഖലയിൽ ഈ സ്ഥാപനത്തിന് ഇന്നും ഒരു സമരോത്സവ സഞ്ചാരം, ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് വിജ്ഞാന വ്യാപനത്തിന്റെ കാവലാളായി നിൽക്കാൻ കഴിയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട എൻ്റെ ബഹുമാന്യ സുഹൃത്ത് പ്രൊഫസർ പോക്കർ, അതേപോലെ ഞങ്ങളുടെയൊക്കെ മാർഗദർശിയായ പ്രൊഫസർ MM ബഷീർ മാഷ്, പ്രാദേശിക കേന്ദ്ര അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ജയകൃഷ്ണൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കേന്ദ്ര ഓഫീസിലെയും പ്രാദേശിക കേന്ദ്രത്തിലെയും ഞങ്ങളുടെ വിൽപ്പനശാലകളിലെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭ്യുദയകാംക്ഷികളായ ശ്രോതാക്കൾ, കാണികൾ, എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ശ്രീ ജയകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചു, കോഴിക്കോട് ഒരു പ്രാദേശിക കേന്ദ്രം തുടങ്ങിയതിന്റെ 40-ാം വാർഷികമാണ് ഇന്ന് നവംബർ 2-ന്. അല്ല, ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ശ്രീ ജയകൃഷ്ണൻ എഴുതിയ ഒരു ലേഖനം ഇന്നത്തെ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ വന്നിട്ടുണ്ട്. കോഴിക്കോട് പ്രാദേശിക കേന്ദ്രം 40-ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ന് തന്നെ അത് എൻ്റെ കയ്യിൽ കിട്ടി എന്നുള്ളത്, രാവിലെ വീട്ടിൽ പത്രത്തിന്റെ കൂട്ടത്തിൽ വാരിക കിട്ടി, അതിലിതാ ലേഖനം വന്നിട്ടുണ്ട്. ഞാനതിന് ശ്രീ ജയകൃഷ്ണനെ മുക്തകണ്ഠം അനുമോദിക്കുകയാണ്. കാരണം സന്ദർഭോചിതമായി ലേഖനം ഒരു വാരികയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അതിന് ശ്രമം നടത്തി എന്നുള്ളത്, അത് വിജയിച്ചു എന്നുള്ളത് ശ്രീ ജയകൃഷ്ണന്റെ ഒരു സംഘാടന പാടവത്തിന്റെ മേന്മയായി ഞാൻ കണക്കാക്കുന്നു. അതിനാണ് ഈ അനുമോദനം ആദ്യമേ അറിയിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്റെ സ്വാഗത പ്രസംഗത്തിൽ ആവർത്തിച്ചിട്ടുമുണ്ട്. ഇതിപ്പോ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 5-1 മാത്രമായിട്ട് നമ്മുടെ വിൽപ്പന ചുരുങ്ങിയിരിക്കുന്നു. സാധാരണ 2 കോടിയിലേറെ രൂപയ്ക്കുള്ള വിൽപ്പനയാണ് ഓരോ കൊല്ലവും നടന്നു വരാറുള്ളത്. പക്ഷെ ഇപ്പോൾ അതിന്റെ 5-1 ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആൾക്കാർക്ക് പുസ്തകശാലകളിൽ വരാൻ സാധിക്കുന്നില്ല. നേരിട്ട് വന്ന് വാങ്ങുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. നമ്മുടെ പുസ്തകശാലകൾ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളും കണ്ടെയ്ൻമെന്റ് സോണാണ്, അല്ലെങ്കിൽ ലോക്കൗട്ട് ആണ് എന്നൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങളുണ്ട്. അതൊരു പ്രശ്നമായി അവശേഷിക്കുന്നു. പുസ്തക പ്രസാധനത്തിലും അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലൊരു ഏർപ്പാടിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. അത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തന്നെ. ഇപ്പൊ നേരത്തെ ജയകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ COVID-19 എന്ന് പറയുന്ന മഹാമാരി, മഹാവ്യാധി നമ്മളെ അകലത്തിരിക്കാനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിലും നിർബന്ധിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നെങ്കിലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്കിതാ മുഖാമുഖം കണ്ട് സംസാരിക്കാനും അവസരമുണ്ട്. ഇതിപ്പോ ഫേസ്ബുക്ക് ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ഇത് സൂം വഴി പരസ്പരം മുഖം കാണാൻ കഴിയാത്തവർക്ക് പോലും ഞാൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നത് ഫേസ്ബുക്കിൽ കാണാൻ സാധിക്കും. കേരളത്തിന്റെയോ അല്ലെങ്കിൽ ദൂരദേശങ്ങളിൽ ഇരിക്കുന്നവർക്ക് പോലും അത് കാണാൻ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ മാർക്കറ്റിംഗ് തുടങ്ങുകയാണ്. ഈ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഓൺലൈൻ മാർക്കറ്റിംഗ്. ആമസോൺ വഴി
ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നത് പോലെ ഇന്ത്യക്കകത്ത് ഇന്ത്യ പോസ്റ്റ് വഴി കേന്ദ്ര ഓഫീസിൽ പുസ്തകം എനിക്ക് കിട്ടാനില്ല എനിക്ക് കുറെ റാഫി മ്യൂട്ട് ചെയ്യേ. മറ്റേ ഓഫീസിൽ നിന്നും സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇന്ത്യയിൽ എവിടെയും എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായി കഴിഞ്ഞു. അതിന്റെ ഷോപ്പിംഗ് കാർട്ട് തയ്യാറാക്കി കഴിഞ്ഞു. ഇഷ്ടമുള്ള നമ്മുടെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം കിഴിക്കും. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും. അതിന്റെ വിവരം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പുസ്തകം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പബ്ലിക്കിലേക്ക് പോവുകയാണ്. ഈ പബ്ലിഷിംഗ് അതിന്റെ ശ്രമങ്ങളെല്ലാം ആരംഭിച്ച് ഏതാണ്ട് വിജയകരമായി നവംബർ 1 നമ്മൾ ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അല്പം കൂടി നീട്ടിവെക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പല പുസ്തകങ്ങളും കിൻഡിൽ റീഡിങ്ങിന് സാധ്യമാകുന്നുണ്ട്. ഈ പബ്ലിക്കേഷൻ അച്ചടിച്ച പുസ്തകമല്ലാതെ തന്നെ നമുക്ക് ഓൺലൈനായി വായിക്കാനുള്ള സൗകര്യമുണ്ട്. അതിലൊരു പ്രത്യേക സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മലയാള വാക്കുകളായി കഴിഞ്ഞു. സോഫ്റ്റ്വെയർ നമ്മൾ വികസിപ്പിച്ചു. കേരളത്തിൽ പല പ്രസാധകരും ഇപ്പോൾ അത്തരത്തിൽ പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്നു. DC ബുക്സ് ചെയ്യുന്നുണ്ട്, വേറെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. സാഹിത്യ അക്കാദമി രംഗത്തേക്ക് പ്രവേശിച്ചു. അതുപോലെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും ആ ശ്രമം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞങ്ങളത് വിപുലമായ രീതിയിൽ ഈ നവംബറിൽ തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഗുണം എന്ന് പറയുന്നത് അച്ചടിക്കുള്ള ചെലവ് കുറയ്ക്കാൻ സാധിക്കും. പുസ്തകം എഴുത്തുകാർക്ക് പ്രതിഫലം കൊടുക്കും. എഴുത്തുകാർ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി നമ്മളെല്ലാം പുസ്തക രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സോഫ്റ്റ്വെയറിലാക്കി നമുക്കത് ആകാശത്തേക്ക് വിടാൻ സാധിക്കും. ആവശ്യക്കാർക്ക് അത് വായിച്ച് നോക്കിയിട്ട് പുസ്തകം വാങ്ങാൻ സാധിക്കും, ഓർഡർ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അതിന്റെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു, ആൾക്കാർക്ക് വായിക്കാം. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് രണ്ടാണ്. ഒന്ന്, അച്ചടിക്കാനുള്ള ചെലവ് കുറയാൻ, വിൽപ്പന കേന്ദ്രത്തിൽ കൂടെ കൊണ്ടുപോയി വിൽക്കുന്നതിന്റെ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ലോകത്തെവിടെയുള്ള മലയാളികൾക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ ലഭ്യമാകും. അപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പുസ്തകങ്ങൾ, വിജ്ഞാനം ലോകത്തെവിടെ ഇരുന്നു കൊണ്ട് മലയാളികൾക്ക് വായിക്കാൻ തക്കവണ്ണമുള്ള സൗകര്യം കിട്ടും. ആ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിൽ സാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. ആ ഉപയോഗം ഈ നവംബർ മാസത്തിൽ തന്നെ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നതിന്റെ 64ാം വാർഷികം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാദേശിക കേന്ദ്രത്തിന്റെ 40ാം വാർഷികം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ 52ാം വാർഷികം, ഇതെല്ലാം കൂടി ഒത്തുവരുന്ന ഒരു മുഹൂർത്തത്തിൽ, രാഹുവും കേതുവും എല്ലാം ഒത്തു വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ വരുന്ന ശുഭമുഹൂർത്തത്തിൽ തന്നെ നമുക്കത് തുടങ്ങാൻ സാധിക്കും എന്നുള്ള വാർത്ത ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു കാര്യം, ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ നമ്മൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കണം. ആവശ്യക്കാർ തേടി വന്ന് വാങ്ങും. അതേപോലെ ആവശ്യക്കാർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെയാണ് പല കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പുസ്തക ശില്പശാല, പുസ്തക പ്രദർശന വിൽപ്പനകൾ തുടങ്ങി. പല കോളേജുകളിലും ഞങ്ങൾ സെമിനാറുകളിലൊക്കെ പങ്കെടുത്തു. അതിൽ പ്രിൻസിപ്പലിന്റെയും അവിടുത്തെ കോളേജ് യൂണിയന്റെയും സഹകരണം ഉണ്ടായിരുന്നു. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി. എഞ്ചിനീയറിംഗ് പുസ്തകങ്ങൾ ഞങ്ങൾ കുറച്ചേ പ്രസിദ്ധീകരിച്ചിട്ടുള്ളെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറുകയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളെ കുറിച്ചൊരു അറിവ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. നഗര കേന്ദ്രങ്ങളിലാണ് നമ്മുടെ പുസ്തകശാലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ നമ്മൾ മുനിസിപ്പൽ ഏരിയയിലേക്കും പഞ്ചായത്ത് ഏരിയയിലേക്കും വരെ പോകുന്നത്, പ്രത്യേകിച്ച് ലൈബ്രറി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ചില പുസ്തകങ്ങൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. ഉദാഹരണത്തിന് നെടുമങ്ങാട് ബ്ലോക്കിന്റെ ഒരു പുസ്തകം ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു. അപ്പൊ നെടുമങ്ങാട് ബ്ലോക്ക് മുഴുവൻ അതിന്റെ പുസ്തകങ്ങൾ എത്തും, അവിടേക്ക് നമുക്ക് പ്രവേശനം. അപ്പൊ അങ്ങനെ മുനിസിപ്പൽ ഏരിയയ്ക്ക് നെടുമങ്ങാട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൊന്നാനി, തിരൂര്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും. ഇപ്പൊ കോഴിക്കോട് തന്നെ നമുക്ക് പ്രാദേശിക കേന്ദ്രം ഉണ്ടെങ്കിലും അവിടെ നടക്കാവ് സ്കൂളിൽ ബഹുമാനപ്പെട്ട MLA പ്രദീപ് കുമാറിന്റെ സ്കൂളാണത്. ആ സ്കൂളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു. അവിടെ ഞങ്ങൾ എക്സിബിഷൻ വെക്കാൻ സാധിച്ചു. അപ്പൊ ബഷീർ മാഷ് പറഞ്ഞതുപോലെ ഞങ്ങളെ ഓൺലൈൻ ക്രെഡിറ്റ് വിൽപ്പനയുണ്ട്. പണം മുൻകൂട്ടി തരാതെ തന്നെ നമുക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, കേന്ദ്ര ആഫീസിന്റെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ വിവരം പലർക്കും അറിയില്ല. ബഷീർ മാഷ് എന്നോട് സംസാരിച്ച മാഷെ ഇങ്ങനെ ഒരു സംവിധാനമുണ്ട്, മാഷ് കത്ത് തന്നാൽ മതി, പുസ്തകം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു, ഞങ്ങൾക്ക് പണവും കിട്ടി, പ്രശ്നമില്ല. ആ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ തന്നെ പന്തളം NSS കോളേജിൽ അങ്ങനെ ഒരു പുസ്തകം കൊടുത്തു. അതേപോലെ മുരിക്കാശ്ശേരി കോളേജിൽ ഞങ്ങൾ പുസ്തകം എത്തിച്ചു കൊടുത്തു. ഇവിടെ മാർ അത്തനേഷ്യസ് കോളേജ്, ഇവിടെ കോതമംഗലത്ത്, അവിടേക്ക് പുസ്തകം എത്തിച്ചു കൊടുത്തു. പല ലൈബ്രറികളിലും ഞങ്ങൾ അങ്ങനെ പുസ്തകം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ സംവിധാനമൊക്കെ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ക്രെഡിറ്റിൽ പുസ്തകങ്ങൾ കൊടുക്കാം, അതിനുള്ള വ്യവസ്ഥയുണ്ട്. അത് പക്ഷേ നമുക്ക് ധൈര്യം വേണം. ധൈര്യം എന്ന് വെച്ചാൽ ഈ പുസ്തകശാലകളിൽ ഇരിക്കുന്നവർക്ക്, കണ്ണൂർ മുതൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിലുള്ള കേന്ദ്ര ആഫീസിന് അടുത്തുള്ള പുസ്തകശാല വരെ ഉള്ളവർക്ക് അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഓർഡർ പിടിക്കാം. അവർക്ക് സമീപത്തുള്ള കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിലോ പോയി ഓർഡർ പിടിച്ചു കഴിഞ്ഞാൽ, അത് കേന്ദ്ര ഓഫീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പുസ്തകം പ്രാദേശിക വിൽപ്പനശാലകളിൽ നിന്ന് തന്നെ കൊടുക്കാൻ സാധിക്കും. അതിന്റെ പണം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. കാരണം ഇപ്പൊ അക്കൗണ്ടിംഗ് സിസ്റ്റം എല്ലാം ഞങ്ങൾ കേന്ദ്രീകൃതമാക്കിയിട്ടുണ്ട്. ഈ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 പുസ്തകശാലകളിലായി വിൽക്കുന്ന പണം മുഴുവൻ ഞങ്ങളുടെ ഒറ്റ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ വരുന്നത്, പ്രത്യേക അക്കൗണ്ടുകളിലേക്കല്ല. അപ്പൊ കേന്ദ്രീകൃതമായ
ഫിനാൻഷ്യൽ അല്ലെങ്കിൽ സാമ്പത്തിക സംവിധാനവും ഞങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ആ തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടിയുള്ള വിൽപ്പന തന്ത്രങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നു. അതുപോലെ പ്രസാദ തത്വങ്ങളും ആചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം പോക്കർ മാഷിന്റെ സന്തോഷത്തിനായിട്ട് പറയാനുണ്ട്. വളരെ ആവേശപൂർവ്വം അത്യാഗ്രഹത്തോടു കൂടി തന്നെ ഞാൻ പറയും, അദ്ദേഹം തുടങ്ങി വെച്ചതായിരുന്നു ഒരു സാംസ്കാരിക നിഘണ്ടു ഉണ്ടാക്കുക എന്നുള്ള. മാഷിന് ഓർമ്മയുണ്ടാവും. അത് മാഷിന്റെ കാലത്ത് 2011 മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമായിരുന്നു, എന്തോ കഴിഞ്ഞില്ല. തൊട്ട് പിന്നാലെ വന്ന് 5 കൊല്ലത്തിനിടയ്ക്ക്, കാരണം അത് എന്റെ പണി മുഴുവൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്, അത് നടത്താൻ സാധിക്കുമായിരുന്നു, നടന്നില്ല. ഈ അടുത്ത കാലത്താണ് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടത്. ഞാനത് എടുത്തിട്ടുണ്ട്, അച്ചടിക്ക് വിടാറായിരിക്കും. മാഷൊരു കോപ്പി ഞാൻ മുമ്പ് എടുത്തിത്തരും. കാരണം അത് നല്ലൊരു പ്രോജക്റ്റാണ്. കാരണം ഈ സാംസ്കാരിക നിഘണ്ടു എന്ന് പറയും, നമ്മൾ ഒരുപാട് നിഘണ്ടുകളും ഗ്ലോസറികളും ഒക്കെ ഇറക്കാറുണ്ട്. പക്ഷെ പല വാക്കുകൾക്കും നിർവചനം പലതരത്തിലാണ്. ബഷീർ മാഷിനും അറിയാം, അല്ലെങ്കിൽ പോക്കർക്കും ഒക്കെ അറിയാതെ. കാരണം നമ്മള് പിന്നെ സംസ്കാരത്തിൽ ഒരു വാക്ക്, സംസ്കാരം എന്ന് പറഞ്ഞ വൈജ്ഞാനിക മേഖല, വിശേഷ അവഗാഹ മേഖല, രാജഗുരുക്കളുടെ പ്രയോഗമാണ് വിശേഷ അവഗാഹ മേഖല. ആ വിശേഷ അവഗാഹ മേഖലയിൽ പറയുന്ന ഒരു വാക്കിന് സാംസ്കാരിക പഠനത്തിലൊരർത്ഥം, രാഷ്ട്രമീമാംസയിൽ മറ്റൊരർത്ഥം, സാഹിത്യത്തിൽ വേറൊരർത്ഥം വരും. പല വാക്കുകൾക്കും പല അർത്ഥം. അപ്പൊ സന്ദർഭോചിതമായ അർത്ഥം കണ്ടെത്താൻ സാംസ്കാരിക നിഘണ്ടു പ്രയോജനപ്പെടും. അതിപ്പോ അച്ചടിയിലേക്ക് പോകുന്നു. അത് ഒരു മാസത്തിൽ തന്നെ എന്റെ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ ബഷീർ മാഷിനും മറ്റ് സാഹിത്യ കുതുകികൾക്കും സന്തോഷം പകരുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ മലയാളത്തിലെ പ്രഗത്ഭരായ അല്ലെങ്കിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ ചില പ്രധാനപ്പെട്ട കവികളുടെ സമ്പൂർണ്ണ കൃതികളുടെ പഠനം, ചില പ്രധാനപ്പെട്ട കവികളുടെ സമ്പൂർണ്ണ കൃതികളുടെ പഠനം ഞങ്ങൾ ഇറക്കാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിന്റെ ആദ്യ പടിയാണ് കഴിഞ്ഞ കൊല്ലം 2017 ഇറങ്ങിയ പിന്നെ ONV കാവ്യ സംസ്കൃതി. ONVയുടെ 54 ലേഖനങ്ങളെ സമാഹരിച്ചുകൊണ്ടൊരു പുസ്തകം ഞങ്ങൾ ഇറക്കി. ഇപ്പോൾ ചങ്ങമ്പുഴ, എടപ്പള്ളി രാഘവൻ പിള്ള, വയലാറ്, പി ഭാസ്കരൻ, തിരുനെല്ലൂർ കരുണാകരൻ, പിന്നെ പുനലൂർ ബാലൻ തുടങ്ങി ഇങ്ങോട്ട് മധുസൂദനൻ നായർ വരെയുള്ള, ഏഴാച്ചേരി രാമേന്ദ്രൻ വരെയുള്ള പ്രഗത്ഭരായ മലയാള കവികളുടെ സമ്പൂർണ്ണ കൃതികളെ കുറിച്ചുള്ള പഠനം, അത് എന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന് വെളിയിൽ നിന്നുള്ള ഓരോ എഡിറ്റർമാരെ ചുമതലപ്പെടുത്തി നമ്മുടെ ഡോക്ടർ രാജശേഖരൻ, ഡോക്ടർ പി സോമൻ, സി ഉണ്ണികൃഷ്ണൻ, MA സിദ്ദിഖ്, അങ്ങനെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വിപുലമായ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരിക്കുന്നത്, ചങ്ങമ്പുഴ പ്രധാനപ്പെട്ട കവിയാണെന്ന് എല്ലാവർക്കും അറിയാം. ചില ഗദ്യകൃതികൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടും ഉണ്ടാവും, ബഷീർ മാഷിനെ പോലുള്ള ചിലതൊക്കെ വായിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ ഗദ്യകൃതികൾ ഇതേവരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1100 ചില്ലുവാനം പേരുള്ള ചങ്ങമ്പുഴയുടെ സമ്പൂർണ്ണ ഗദ്യകൃതികൾ സമാഹരിച്ച്, അതിൽ വിവർത്തനങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ സാഹിത്യ പഠനങ്ങളുണ്ട്, സാഹിത്യ ചിന്തകളുണ്ട്, നോവലുണ്ട്, ആത്മകഥയുണ്ട്, എല്ലാം ചേർന്നുകൊണ്ടുള്ളത്. അപ്പൊ അതിൽ അദ്ദേഹം 1948 അകാലത്തിൽ പൊലിഞ്ഞുപോയി, 37-ാം വയസ്സിൽ പൊലിഞ്ഞുപോയൊരു മഹാപ്രതിഭയായിരുന്നു അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഗദ്യം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ ഗദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഉറക്കെ പറയാൻ മടിച്ചിരുന്ന, ഇടതുപക്ഷക്കാർ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനക്കാർ ഉറക്കെ പറയാൻ മടിച്ചിരുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറയാൻ അന്നത്തെ ചങ്ങമ്പുഴ തന്റെ ഇടം കാണിച്ചു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതൊക്കെ പുതുതലമുറയ്ക്ക് തരാൻ തക്കവണ്ണം നമ്മൾ പുസ്തകരൂപത്തിലാക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബഷീർ മാഷിനെ ഞാൻ എന്റെ ഉപഹാരമായിട്ട് എത്തിച്ചേരുന്നതാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ പുസ്തകം തുടർച്ചയായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. ശരി, സന്തോഷമായി. അന്നേ കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചുള്ള പഠനം ഉടനെ വരും. അതിപ്പോ ഉടനെ വരും. അപ്പൊ അത് അങ്ങനെ നമ്മളിപ്പോ സാഹിത്യ ഈ പ്രവർത്തനത്തെ അല്ലെങ്കിൽ വൈജ്ഞാനിക സാഹിത്യ ഉൽപാദനത്തെ പിന്നെ പുഷ്ടിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട സംഭാവന ആദ്യം പോലെ തന്നെ ഗ്ലോസറികളായിരുന്നു, ശബ്ദാവലികളായിരുന്നു. ആ ശബ്ദാവലികളുടെ പരിഷ്കരണം ആരംഭിച്ചിട്ടുണ്ട്. CSTT നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നതിന് ആവശ്യം ആദ്യമായി 1 കോടി രൂപ സംഭാവന എന്ന സ്ഥാപനമാണ് CSTT എന്ന് പറഞ്ഞ കേന്ദ്ര സംഘടന. ആ CSTTയുടെ ഒരു കോംപ്രിഹെൻസീവ് ഗ്ലോസറി ഓഫ് ജനറൽ സയൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ 7-8 വിഷയങ്ങളിലുള്ള ഗ്ലോസറികളുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇറക്കിയ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പ്രോസികൾക്ക് അപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ അത് എന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ വരുന്നതാണ്. എന്തായാലും ഇപ്പൊ ജയകൃഷ്ണനെ പോലെ സംഘാടന ശേഷിയുള്ള പാഠമുള്ള ഒരാളെ കോഴിക്കോട്ടേക്ക് അയച്ചത് നന്നായി എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ആദ്യകാലത്ത് ഞാൻ ഉള്ള കാര്യം തുറന്നു പറയുകയാണ്, ജയകൃഷ്ണൻ അത് അത്ര ഇഷ്ടമായില്ലേ ഞാൻ കോഴിക്കോട്ടേക്ക് അയച്ചത്. കാരണം
ഒരു പിന്നെ ശിക്ഷാനടപടിയുടെ ഭാഗമായിട്ടാണോ എന്നൊക്കെ ചിലപ്പോൾ ജയേഷിന് തോന്നിയിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു കഥ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദക്ഷിണ കേരളത്തിലെ അഗസ്ത്യ ഐതിഹ്യമായിട്ടൊരു കഥയുണ്ട്. കൈലാസത്തിൽ ശിവപാർവതിമാരുടെ പരിണയം നടക്കുന്നതായതുകൊണ്ട് ദേവകളെല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ അങ്ങോട്ട് പോയപ്പോ കൈലാസം കൊണ്ടൊന്ന് താന്നു, വെയിറ്റ് കൂടി, ദക്ഷിണ ഭാരതം കൊണ്ട് ഉയർന്നു എന്ന് കേട്ടു. അപ്പൊ ഒന്ന് സമതുലനം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗസ്ത്യനെ തെക്കോട്ട് അയച്ചത്രേ. അങ്ങനെ അഗസ്ത്യനെ തെക്കോട്ട് അയച്ചാണ് ഈ പിന്നെ ലെജൻഡ് അനുസരിച്ച്, അതിന്റെ ഐതിഹ്യം അനുസരിച്ച് ലെവൽ ഉണ്ടാക്കിയതെന്നാണ്. അപ്പൊ ഉത്തര കേരളം ഒന്ന് താന്നു, അല്ല തിരുവനന്തപുരത്ത് എല്ലാ മഹാപ്രതികളും കൂടി ഒത്തുകൂടിയപ്പോ ഇവിടെ ഒന്ന് താന്നു, ഉത്തര കേരളം കൊണ്ട് ഉയർന്നു പോയി. അപ്പൊ താഴ്ത്താൻ വേണ്ടി ഞാൻ അങ്ങോട്ട് അയച്ചതാണെന്ന് ജയേഷൻ ഒന്ന് ആശ്വസിച്ചാൽ മതി. എന്തായാലും ജയേഷൻ അവിടെ പോയതിനു ശേഷം പല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കോളേജുകളിലേക്ക്, അപ്പൊ ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് പോയി, അങ്ങനെ പല കോളേജും പരിസരത്ത് തന്നെ മുനിസിപ്പൽ ഏരിയയിലേക്ക് അത് പോയി, പല സ്ഥലങ്ങൾ പ്രധാനപ്പെട്ട എഴുത്തുകാരെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് സഹകരിപ്പിക്കാൻ സാധിച്ചു. നേരത്തെ അതില്ലെന്നല്ല, പക്ഷെ അത് കുറച്ചുകൂടി ജനകീയമായി സംഘടിപ്പിക്കാൻ സാധിച്ചു. അവിടെ തന്നെ നമ്മുടെ ബീനയുണ്ട്, പി ബീനയുണ്ട്. ബീനയുടെ നേതൃത്വത്തിൽ നമ്മളൊരു ആരോഗ്യ നിഘണ്ടു, ശരിക്കും പറഞ്ഞാൽ ആയുർവേദ നിഘണ്ടു, കോട്ടയ്ക്കൽ ആയുർവേദശാലയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ഗ്ലോസറി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഞാൻ ബീനയെ വിളിച്ച് പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്. ഞാൻ തന്നെ ഒരു മീറ്റിംഗിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഇപ്പോ വയോധികനാണെന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പോക്കർ മാഷിന്റെ സേവനം നമുക്ക് ആവശ്യമാണ്, പ്രത്യേകിച്ച് ദർശനത്തെ സംബന്ധിച്ച്. ഫിലോസഫി ആ മേഖലയിൽ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. പലരും ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ എടുത്തിട്ട് വാക്കുകൾ എടുത്ത് നമ്മളെയൊക്കെ എടുത്ത് തല്ലി ഇങ്ങനെ ഒരുപാട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത പദപ്രയോഗം കൊണ്ട് നമ്മളെയൊക്കെ തല്ലി ഒതുക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പോൾ പോക്കർ മാഷിനെ പോലെ ഫിലോസഫിയിൽ ധാരണയുള്ള ഗ്രന്ഥന നടത്തിയിട്ടുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് കഴിയണം. ജയകൃഷ്ണന് കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ബഷീർ മാഷ് 12 മണിയാകുമ്പോൾ പോകുന്നൊരു ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോ എല്ലാ പിന്നെ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉത്തരോത്തരം വിജയങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അടുത്തതായി ശ്രീ പോക്കർ മാഷിനോട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ കാർത്തികേയൻ നായർ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്രൊഫസർ എം ബഷീർ സർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രാദേശിക കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എൻ ജയകൃഷ്ണൻ, എം ബി ബീന, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ സന്ദർഭത്തിൽ ഞാൻ ദീർഘമായി എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 2 കാരണമാണ്. ഒന്ന്, എം ബഷീർ മാഷക്ക് 12 മണിക്ക് പോകേണ്ടതുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സമയത്തെ നമ്മൾ പരിഗണിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. 2ാമത്തെ കാര്യം, വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കാരണം ദീർഘമായി സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിൽ കൂടിയല്ല ഞാൻ കടന്നു പോകുന്നത് എന്നതുകൂടിയാണ്. തീർച്ചയായും ഇവിടെ ജയകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ 5 വർഷം ഉണ്ടായിട്ടില്ല, 4 വർഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അന്ന് ആ VS ഗവൺമെൻറ് കാലത്ത് 1 വർഷം കഴിഞ്ഞാണ് അവിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ടർ നിയമനം നടന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും 4 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ആ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ജയകൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ട് പ്രാദേശിക കേന്ദ്രത്തിൻ്റെ പ്രസക്തി എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഒട്ടനവധി സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ കോഴിക്കോട്ട്, മലബാറിൽ വാസ്തവത്തിൽ സാംസ്കാരിക സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, സർക്കാരുമായി ബന്ധപ്പെടുന്ന അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ താരതമ്യേന തുച്ഛവുമാണ്. തീർച്ചയായും മലബാർ എന്നത് കേരളത്തിൻ്റെ ഒരു അനിവാര്യ ഭാഗമാണ് എന്ന് നമുക്കറിയാം. സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിലായാലും, സംസ്കാരത്തിൻ്റെ മണ്ഡലത്തിലായാലും, സാമ്പത്തിക മണ്ഡലത്തിലായാലും, പുസ്തക വായനയുടെ മണ്ഡലത്തിലായാലും
എല്ലാ മണ്ഡലങ്ങളിലും കേരളത്തിന്റെ അനിവാര്യ ഭാഗം മാത്രമല്ല, കേരളത്തിന് മുതൽക്കൂട്ടായി മാറിയിട്ടുള്ള മലബാറിനെ സംബന്ധിച്ചിടത്തോളം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പ്രാദേശിക കേന്ദ്രം മാത്രമാണ് വാസ്തവത്തിൽ അവലംബിക്കാവുന്ന, ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ 40-ാം വാർഷികാഘോഷം ഇപ്പോഴത്തെ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടറും ചേർന്ന് ആസൂത്രണം ചെയ്തത് വളരെ പ്രസക്തമാണ്. കോവിഡ് കാലമായിരുന്നില്ലെങ്കിൽ ഇത് കുറെ കൂടി നല്ല നിലയിൽ നടത്താൻ കഴിയുമായിരുന്നു, തീർച്ചയായും നടത്തേണ്ടതുമായിരുന്നു. കാരണം മലബാറിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാദേശിക കേന്ദ്രം അതൊരു ചെറിയൊരു സംവിധാനമാണെങ്കിലും അത് ചെറുതല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് തീർച്ചയായും ജനങ്ങളോട് പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു സന്ദർഭം എന്ന നിലയിൽ ഈ 40-ാം വാർഷികം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഞാനവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന കാലത്തിൽ നിന്ന് വിഭിന്നമായി കാർത്തികൻ നായർ സാറ് വലിയ ഭാഗ്യവാനാണ്. കാരണം അന്നവിടെ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല, അന്നവിടെ കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നില്ല, അന്ന് എന്തിനു പറയുന്ന ഡയറക്ടർ ഇപ്പോൾ ഇരിക്കുന്ന മുറി പോലും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ വളരെ പരിക്ഷീണിതമായ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ 2007 എത്തിയത്. പക്ഷെ തീർച്ചയായും ഗവൺമെന്റിന്റെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. പ്രത്യേകിച്ച് അതിനു മുമ്പേ നിലച്ചു പോയിട്ടുള്ള അംബേദ്കർ ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായങ്ങൾ പുനഃസ്ഥാപിക്കുകയും അംബേദ്കറുടെ സമ്പൂർണ്ണ കൃതികൾ വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിക്കുകയും അവയെല്ലാം തന്നെ മറാത്തിയിൽ ഉൾപ്പെടെ ഉള്ള കൃതികൾ പരിഭാഷപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. ഇപ്പൊ സാധാരണ ആളുകൾ ചോദിക്കും, ഈ സർക്കാരിന്റെ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെ തന്നെ പണം ഉപയോഗിച്ച് കോഴിക്കോട്ടും മറ്റും സ്വകാര്യ സ്ഥാപനങ്ങൾ അവരുടെ രീതിയിൽ എക്സിബിഷനും സാംസ്കാരിക പരിപാടികളും ഒക്കെ നടത്തി വരുന്ന ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്കറിയാം, സാധാരണ മനുഷ്യർക്ക്, വിദ്യാർത്ഥികൾക്ക് ഒക്കെ ഏറ്റവും ചെറിയ വിലക്ക് ഈ പുസ്തകങ്ങളൊക്കെ കിട്ടുന്നത്, ഭരണഘടന അവർക്ക് വായിക്കാൻ കിട്ടുന്നത്, അംബേദ്കറുടെ രചനകൾ അവർക്ക് വായിക്കാൻ കിട്ടുന്നത്, ഗ്ലോസറികൾ വായിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കോഴിക്കോട്ടെ ഗ്ലോസറിയുടെ പ്രവർത്തനങ്ങൾ MGS ഉൾപ്പെടെ, പ്രൊഫസർ V നാരായണൻകുട്ടി സാർ ഉൾപ്പെടെ, ഡോക്ടർ ഈദ ഉൾപ്പെടെ ഓരോ രംഗത്തും വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് കുറെ അധികം ആളുകൾ പ്രവർത്തിക്കാനുള്ള ഒരു സന്ദർഭം വാസ്തവത്തിൽ അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായും ആ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോ ഈ സാംസ്കാരിക നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നു എന്ന് കാർത്തികൻ നായർ സാർ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ മനുഷ്യാധ്വാനം വ്യർത്ഥമായി പോകാൻ പാടില്ല. അത് കാർത്തികൻ നായർ സാർ ചെയ്താലും ഞാൻ ചെയ്താലും മറ്റേതെങ്കിലും ഒരു വ്യക്തി ചെയ്താലും നമ്മൾ അധ്വാനിച്ച, നമ്മുടെ അധ്വാന ഫലമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള ഇത്തരം രചനകൾ പരമാവധി ജനങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ്. കാരണം സർക്കാരിന്റെ ഈ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഥവാ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിക്കുക എന്നല്ലാതെ അവ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പൊതുവെ ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത തീർച്ചയായും തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയണം. അത് ഇപ്പോ ഈ കോവിഡ് കാലം നമുക്ക് നൽകുന്ന വലിയൊരു പാടും അതാണ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന വികസിത മുതലാളിത്ത രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ആളുകൾക്ക്, പല സുഹൃത്തുക്കൾക്കും, ഞാനിത് വെറുതെ പത്രത്തിൽ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയില്ല, ലണ്ടനിലെ ആശുപത്രിയിലും അമേരിക്കയിലെ ആശുപത്രിയിലും ജോലി ചെയ്യുന്ന അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടി പറയുകയാണ്. അവരൊക്കെ അവിടെ അനുഭവിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, പണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ
നമ്മുടെ കേരളം വാസ്തവത്തിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിലനിൽക്കുന്നു എന്നുള്ളത്. അതിന്റെ തുടർച്ചയിൽ തന്നെയാണ് നമ്മൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രവർത്തനങ്ങൾ കാണുന്നത്. കാരണം ഇന്ത്യയിൽ ഉടനീളം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി നിലവിൽ വന്നതാണ്. പക്ഷെ ഇന്ത്യയിലെ 3-4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇന്ന് നാമമാത്രമായെങ്കിലും ഇതുപോലെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ കേരളം മാത്രമാണ് മാതൃകാപരമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കമ്മീഷൻ ഫോർ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ടെർമിനോളജിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ അംബേദ്കർ ഫൗണ്ടേഷന്റെ ഓഫീസിലോ പോയാൽ നമുക്കിത് എളുപ്പം മനസ്സിലാവുന്നതാണ്. കാരണം കേരളം എത്രമാത്രം മാതൃകാപരമായാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് കേരളത്തിന്റെ ഈ പൊതുബോധത്തിൽ വന്നിട്ടുള്ള, പൊതുമണ്ഡലത്തിൽ വന്നിട്ടുള്ള, താല്പര്യങ്ങളിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ്. കേരളം ഒരു മാതൃകയാണ് എന്നതൊക്കെ പലരും പരിഹാസപൂർവ്വം ഇന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും പരിഹസിക്കപ്പെടേണ്ടതല്ല എന്നതിന് ഒട്ടനവധി തെളിവുകൾ, ജീവിക്കുന്ന തെളിവുകൾ, നിലനിൽക്കുന്ന തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ശരി, നമ്മുടെ മരണനിരക്കിന്റെ കാര്യത്തിലായാലും ശരി, നമ്മുടെ കുട്ടികളുടെ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിലായാലും മാത്രമല്ല, നമ്മുടെ സാധാരണ പൗരന് ഏത് കോളനിയിലെയും അതിലൊക്കെ വീഴ്ച സംഭവിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും കേരളം പോലെ 4.5 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് വീഴ്ചകൾ സംഭവിച്ചില്ലെങ്കിലാണ് അത്ഭുതം. വീഴ്ചകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. പക്ഷെ ആ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ പോലും നമ്മൾ തീർച്ചയായും ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളിൽ നിന്നും എത്രയോ വ്യത്യസ്തമായി നിലനിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ സാമൂഹികമായ, സാംസ്കാരികമായ മുന്നേറ്റത്തിന്റെ കൂടി ഫലമാണ്. അതിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉൾപ്പെടെ കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ കരുതുന്നത് പോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഏതാനും പുസ്തകം അടിച്ചിറക്കുന്ന ഒരു സ്ഥാപനമാണോ എന്ന് മാത്രം വേണേ കരുതാം. പക്ഷെ അങ്ങനെയല്ല. ഈ പുസ്തകങ്ങളൊക്കെ തന്നെ ഈ ഗവൺമെന്റ് ആശുപത്രികളിലുണ്ട് പറഞ്ഞ പോലെ. ഗവൺമെന്റ് ആശുപത്രികളിൽ മുഴുവൻ ജനങ്ങളും ചികിത്സ തേടുന്നില്ല. പക്ഷേ ഈ സർക്കാർ ആശുപത്രികൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ സ്വകാര്യ ആശുപത്രികൾ ജനങ്ങളെ പിഴിയുന്നതിന്റെ അളവ് ഇതിനേക്കാൾ 10-100 മടങ്ങ് വർദ്ധിക്കുമെന്ന് നമുക്കറിയാം. റേഷനരി പോലെ തന്നെയാണ്. ഈ റേഷനൊക്കെ നിർത്തുന്നതിലുള്ള പ്രശ്നം അതാണല്ലോ. നമ്മുടെ നാട്ടിൽ നിന്ന് റേഷനും കിറ്റും ഒക്കെ കിട്ടുന്നത് കൊണ്ടാണല്ലോ സാധാരണ മനുഷ്യര് ഉത്തരേന്ത്യയിലെ പോലെ തെരുവിൽ പട്ടിണിയിൽ മരിച്ചു വീഴാത്തത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചെറിയ വിലക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നത് കൊണ്ട് തീർച്ചയായും മാർക്കറ്റിലെ പുസ്തകങ്ങളുടെ വില നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് തീർച്ചയായും ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണാത്തതാണ്. നമ്മൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലം നമ്മൾ പ്രത്യക്ഷത്തിൽ കാണില്ല. പക്ഷെ വാസ്തവത്തിൽ അതിനൊക്കെ ഫലമുണ്ട്. അതിൻ്റെയൊക്കെ ഗുണഭോക്താക്കൾ കേരളത്തിലെ നിങ്ങളും ഞാനും ഒക്കെ ഉൾക്കൊള്ളുന്ന മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. അതുകൊണ്ട് തീർച്ചയായും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ പ്രാദേശിക കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോ ഈ നേരത്തെ കാർത്തികൻ നായർ സാർ പറഞ്ഞു ജയകൃഷ്ണൻ ഇങ്ങോട്ട് വന്നതിൽ ചെറിയ അസംതൃപ്തി. ജയകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ അസംതൃപ്തി ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ജയകൃഷ്ണന്റെ ഒരു പ്രത്യേകത സദാസമയം ഓടി നടക്കണം എന്നുള്ളതാണ്. നിരന്തരം ഈ വർക്കഹോളിക് എന്ന് നമ്മൾ സാധാരണ ആരെക്കൊണ്ടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനത് എക്കാലത്തും പറയാറ് ഈ ജയകൃഷ്ണനെ സംബന്ധിച്ചാണ്. അപ്പൊ ഒരുപാട് പ്രവർത്തിക്കുമ്പോൾ, ഒരുപാട് ഓടുമ്പോൾ ചിലപ്പോൾ വീഴും എന്നുള്ളത് പോലെ വീഴാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പക്ഷേ ധാരാളം ഓടാൻ കാസർഗോഡ് മുതൽ എല്ലാ പ്രദേശങ്ങളിലും, ഏത് സ്കൂളിലും, ഏത് കുഗ്രാമത്തിലും പുസ്തകക്കെട്ടുമായി എത്തിച്ചേരാൻ ഈ ജയകൃഷ്ണൻ കാണിച്ചിട്ടുള്ള. ഇപ്പൊ എനിക്ക് അറിയാം, ഞാൻ അവിടെ വരുന്ന ഒരു സമയത്ത് അവിടുത്തെ ഗോഡൌണിന്റെ അവസ്ഥ ജയകൃഷ്ണൻ അറിയാം. അന്നത്തെ വിൽപ്പന വിഭാഗത്തിലും പിന്നീട് വിൽപ്പന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. അവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളൊക്കെ തന്നെ വിറ്റുപോയതിന്റെ ക്രെഡിറ്റ് എനിക്കുള്ളതല്ല, മറിച്ച് ജയകൃഷ്ണനുള്ളതാണ്. കാരണം അദ്ദേഹം നിരന്തരം തെരുവിലായിരുന്നു പുസ്തകങ്ങളുമായി. തീർച്ചയായും അങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ വിൽക്കുകയും നമ്മുടെ റിവോൾവിംഗ് ഫണ്ടിലേക്ക് വലിയൊരു സംഖ്യ ആ കാലത്ത് സമാഹരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തിക്തമായ ഒരു കാലഘട്ടമായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ നിലയിൽ താരതമ്യേന വളരെ ഈസിയായി, വളരെ സൗകര്യങ്ങളോടുകൂടി ജീവിക്കേണ്ട ഒരു കാലത്ത് ഞാനവിടെ
എത്തിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം ഞാൻ ഒറ്റ ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഞാൻ അവിടെ ചാർജ് എടുത്ത് 2 ദിവസം കഴിയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു മുൻ സൂപ്രണ്ട് അവിടെ വന്ന് എൻ്റെ മേശക്ക് മുമ്പിലിരുന്നു. സാറേ, എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, ഞാനിവിടെ കെട്ടിത്തൂങ്ങും എന്ന് പറഞ്ഞു. അയ്യോ, ഞാനാകെ ബേജാറായി. കാരണം അയാൾക്ക് പെൻഷൻ കിട്ടേണ്ടത് അയാളുടെ അവകാശമാണ്. പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അയാൾ കെട്ടിത്തൂങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം അന്നത്തെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാനാണ് വഹിക്കേണ്ടി വരിക. അപ്പം ഞാൻ ഉടനെ തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു. സൂപ്രണ്ടിന്റെ ഓർമ്മയിൽ കോഴിക്കോട്ടുള്ള മുരളിയാണ്. അപ്പോ സൂപ്രണ്ടിനെ വിളിച്ചു, എന്താണ് ഇദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോ മുരളി പറഞ്ഞു, സാറേ, ഇദ്ദേഹം പെൻഷൻ ഇവിടുന്ന് പോയിട്ട് 2-3 വർഷം കഴിഞ്ഞെങ്കിലും ഇതുവരെ അപ്പുറത്തുള്ള ആ 2 ഷെൽഫിന്റെയും കീ ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല പൊന്നപ്പൻ, ഈ കീ കൊടുക്കാതെയാണോ നിങ്ങൾ പെൻഷൻ ആവശ്യമുണ്ടെന്ന് പറയുന്നത്? അപ്പൊ അതെന്താ കൊടുക്കാത്തത്? അതിവിടെ വാങ്ങാൻ ആള് വേണ്ട സാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടിയിട്ടില്ലല്ലോ. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുകയും ആളുകളൊക്കെ ശമ്പളം വാങ്ങുകയും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു ഓഫീസാണല്ലോ. നിങ്ങൾ എന്നെ പരിഹസിക്കരുത്. അതുകൊണ്ട് നാളെ തന്നെ ആ കീ ഒക്കെ കൊണ്ടു കൊടുക്കൂ, പെൻഷൻ നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അയാൾക്ക് മാത്രമായിരുന്നില്ല, 10-60 പേർക്ക് പെൻഷൻ കൊടുക്കേണ്ടതുണ്ടായിരുന്നു. വലിയ സാഹസികമായ പ്രവർത്തനമായിരുന്നു. കാരണം അവരുടെയൊക്കെ സർവീസ് കണ്ടീഷൻസ്, ഒരുപാട് പ്രശ്നങ്ങൾ, നൂലാമാലകൾ ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെയോ പലരുടെയും സഹകരണത്തോടു കൂടി പരിഹരിക്കുകയും എല്ലാവർക്കും പെൻഷൻ കൊടുക്കുകയും അവരൊക്കെ തന്നെ അപ്പുകുട്ടൻപിള്ളയുടെ നേതൃത്വത്തിൽ എനിക്കൊരു സ്വീകരണം തരികയും ഒക്കെ ചെയ്തു എന്നുള്ളത് തീർച്ചയായും ഇപ്പോഴും ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും ഓർക്കുന്ന സന്ദർഭമാണ്. അതിനേക്കാൾ ഉപരി 365 ദിവസവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിവരാവകാശം കത്ത് വരുമായിരുന്നു. അത് കത്ത് പോസ്റ്റലായിട്ടല്ല വരിക. അവിടുത്തെ ആ തിരുവനന്തപുരത്തെ 2 മാന്യ വ്യക്തികൾ കത്തുമായി നേരിട്ട് ഡയറക്ടറുടെ ഓഫീസിലേക്ക് വരികയായിരുന്നു എല്ലാ ദിവസവും. വാസ്തവത്തിൽ ഇത്രമാത്രം തലവേദന ഉണ്ടാക്കാൻ എന്തുകൊണ്ടോ വളരെ കുൽസിത താല്പര്യമുള്ള ഏതാനും വ്യക്തികൾ ശ്രമിച്ച ഒരു കാലഘട്ടത്തെ അവിടുത്തെ ജീവനക്കാരുടെയും സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും ഒക്കെ സഹകരണം കൊണ്ട് ഒരു വലിയ പരിധിവരെ തരണം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും എൻ്റെ ശേഷിക്കനുസരിച്ചുള്ള പ്രവർത്തനം ഞാൻ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. തീർച്ചയായും അത് ജീവിതത്തിലെ ഒരു സർവീസ് സ്റ്റോറി എഴുതാൻ മാത്രമുള്ള വക എനിക്ക് നൽകുന്ന ഹ്രസ്വമെങ്കിലും വളരെ ആഴത്തിലുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒട്ടനവധി അനുഭവങ്ങൾ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടും ബഷീർ മാഷ് കാത്തിരിക്കുകയാണ് എന്നതുകൊണ്ടും തീർച്ചയായും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാദേശിക കേന്ദ്രത്തെ ഇനിയും കൂടുതൽ സജീവമാക്കാൻ കാർത്തികൻ നായർ സാറും അതുപോലെ തന്നെ ജയകൃഷ്ണനും മറ്റു ജീവനക്കാരും സജീവമായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. വളരെ സന്തോഷം പിന്നെ പോക്കർ മാഷെ. അപ്പോൾ എന്തായാലും നല്ല വാക്കുകൾക്ക് നന്ദി. ഇനി അടുത്ത് ബഹുമാനപ്പെട്ട ബഷീർ മാഷാണ്. അപ്പോൾ പ്രഭാഷണം നടത്തുന്നതിനായി പ്രിയപ്പെട്ട MM ബഷീർ മാഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഷീർ മാഷെ, ബഷീർ മാഷില്ലേ? ബഷീർ മാഷ് പോയോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം മാഷെ, പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കാർത്തികേയൻ സർ, പ്രിയപ്പെട്ട ജയകൃഷ്ണൻ, വളരെ സന്തോഷം തോന്നുന്നു. കാരണം 40 വർഷം മുമ്പ് കോഴിക്കോട് കേന്ദ്രം ആരംഭിക്കുന്ന ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ച ഒരാളെ തന്നെ ഇന്നൊരു മുഖ്യ അതിഥിയായി നിങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ളത് തീർച്ചയായും ജയകൃഷ്ണന്റെ സാമർഥ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അന്നത്തെ സമ്മേളനത്തെ കുറിച്ചുള്ള വിശദാംശങ്ങള് ഞാൻ ഓർത്തു പോകുന്നുണ്ട്. കേരളത്തില്
മാത്രം ഉണ്ടായ ഒരു സ്ഥാപനമല്ല ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി അനുസരിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായി. ഇപ്പോ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടുകള് പ്രാദേശികമായി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ അന്ന് പ്രവർത്തിച്ചു തുടങ്ങിയ കേന്ദ്രങ്ങൾ എത്ര ഉണ്ട്, ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആദ്യകാലം മുതൽ തന്നെ 1962 തോന്നുന്നു NV കൃഷ്ണവാര്യരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യകാലത്തെ മീറ്റിങ്ങുകളിൽ പലതിലും പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അന്ന് തിരുവനന്തപുരത്തായിരുന്നു. 76 ശേഷമാണ് ഞാൻ കോഴിക്കോട് സർവകലാശാലയിൽ അധ്യാപകനായി വന്നത്. അതോടുകൂടി അത് ഏതാണ്ട് 80 കോഴിക്കോട്ട് പ്രാദേശിക കേന്ദ്രം തുടങ്ങുമ്പോൾ അന്ന് ഡയറക്ടറായിട്ട് വന്നത് തവി രമേശനായിരുന്നു, പഴവിള രമേശനായിരുന്നു. അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നത് കൊണ്ട് പലപ്പോഴും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രാദേശിക കേന്ദ്രത്തിൽ പോകാനും അവിടുത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വാസ്തവത്തില് കേരളത്തിലെ മറ്റ് പ്രാദേശിക പ്രസാധകരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന പുസ്തകങ്ങൾ പലതും ശ്രേഷ്ഠമായ നിലവാരമുള്ളതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മിക്കവാറും ആഴ്ചയിൽ 1-2 ദിവസം കോഴിക്കോട്ടെ മിക്കവാറും എല്ലാ ബുക്ക് സ്റ്റാളുകളിലും കയറി ഇറങ്ങുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബുക്ക് സ്റ്റാളിലും പോകാറുണ്ട്. അവിടെ വരുന്ന പുതിയ പുതിയ പുസ്തകങ്ങൾ നോക്കുകയും മനസ്സിലാക്കുകയും കഴിയുന്നത്ര ആവശ്യമുള്ള പുസ്തകങ്ങൾ പണം കൊടുത്ത് തന്നെ വാങ്ങുകയും ചെയ്യുന്ന ഒരു രീതി അനുവർത്തിക്കുന്നത് കൊണ്ട് പുതിയ പുതിയ പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെടാനും പലപ്പോഴും മറ്റ് പ്രസാധകരുടെ പുസ്തകങ്ങളുമായിട്ട് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ താരതമ്യപ്പെടുത്തി ആലോചിക്കാനുമൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വാസ്തവത്തില് എനിക്ക് പറയാനുള്ള ഒരു പരാതിയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നിർദ്ദേശം, ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പുതിയ പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യണം എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഒരു പ്രശ്നം, നേരിട്ട് ക്രെഡിറ്റിലെ പുസ്തകം കിട്ടാത്തത് കൊണ്ട് പല കോളേജുകളിലും പല ഹൈസ്കൂളുകളിലും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ ഇല്ല എന്നത് സത്യമാണ്. ഇപ്പോ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ക്രെഡിറ്റിൽ പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസമില്ല എന്ന് ഡയറക്ടർ പറഞ്ഞു കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. ദയാപുരം സ്ഥാപനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടുത്തെ കോളേജിലും അവിടുത്തെ സ്കൂളിനും ആവശ്യമായ പുസ്തകങ്ങൾ ക്രെഡിറ്റിൽ ആവശ്യപ്പെടുകയും എനിക്ക് കാർത്തികേയൻ സാർ തന്നെ അനുവാദം തന്ന് ഞാൻ പുസ്തകങ്ങൾ വാങ്ങി അവിടെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സ്കൂളുകളിലും കോളേജുകളിലും ഞാൻ പോകുമ്പോൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ അവിടെ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കാറുണ്ട്. പലയിടത്തും ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുകയും ആ കുറവ് പരിഹരിക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഈ പ്രാദേശിക കേന്ദ്രങ്ങളിലെ ബുക്ക് സ്റ്റാളുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുകയും ചെയ്യണം. എന്നാല് പല കോളേജുകളിലും പല സ്കൂളുകളിലും അവർക്ക് പോയി ഓർഡർ പിടിച്ചിട്ട് ഈ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകങ്ങൾ ക്രെഡിറ്റിൽ കൊടുക്കുകയും ആ പണം തിരിച്ചെത്തിക്കുകയും ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ കാർത്തികേയൻ നായർ സാറ് പറഞ്ഞ അനേകം പുസ്തകങ്ങൾ വരാൻ പോകുന്നു. വന്ന പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും തീർച്ചയായിട്ടും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. ചങ്ങമ്പുഴയുടെ പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ചങ്ങമ്പുഴയുടെ കംപ്ലീറ്റ് വർക്ക്സ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധപ്പെടുത്തിയത് അത് പെരുപ്പങ്കോടൻ മുരളിയാണ് എഡിറ്റ് ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. ആ പുസ്തകങ്ങൾ മുഴുവനും ഞാൻ വാങ്ങി, എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വായിക്കുകയും അത് പലപ്പോഴും ആ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാബു പോൾ ചെയ്ത ഒരു വലിയ നിഘണ്ടു, ഈ
ബൈബിൾ നിഘണ്ടു വളരെ വിലപ്പെട്ട ഒരു പുസ്തകമാണ്. അത്തരത്തിലുള്ള പുസ്തകങ്ങൾ കേരളത്തിലുള്ള മറ്റ് പ്രസാധകർക്ക് പ്രസിദ്ധപ്പെടുത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ലാഭേച്ഛയൊന്നുമില്ലാതെ സാംസ്കാരികമായ ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ പുസ്തകം പോലെയുള്ള മറ്റ് അനേകം പുസ്തകങ്ങളുടെ സമ്പന്നത വാസ്തവത്തിൽ മലയാള ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വൈജ്ഞാനികമായ മേഖലകളുടെയും ഒരു ഉയർന്ന നിലവാരമാണ് എടുത്തു കാണിക്കുന്നത് എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു സംഗതിയാണ്. പല പല പുതിയ പദ്ധതികളെ കുറിച്ചും ഇവിടെ പറഞ്ഞു കേട്ടു. അതെല്ലാം നടപ്പിൽ വരട്ടെ. അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാൻ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട സമയം കഴിഞ്ഞു പോയതുകൊണ്ടും ഇപ്പോഴും ആൾക്കാർ വന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും തൽക്കാലം ഞാൻ നിർത്തുകയാണ്. എല്ലാ ആശംസകളും നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ പുരോഗതിയിൽ നിന്ന് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം മാഷെ, പോകാൻ അനുവദിച്ചിരിക്കുന്നു. നമസ്കാരം. സന്തോഷം, നല്ല വാക്കുകൾ പറഞ്ഞതിന്. അപ്പോ മാഷിന് വിടുതൽ നൽകുന്നു. അതിനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞാണ് അധ്യക്ഷൻ എന്ത് അധിക പ്രസംഗവും കാണിക്കാന്നുള്ളത് കൊണ്ട് അങ്ങനെ അനുവാദം തരുന്നതാണ്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ എഡിറ്റോറിയൽ വിഭാഗത്തിലെ ശ്രീമതി MP ബീനയെ ക്ഷണിക്കുന്നു. ബീന, കേൾക്കുന്നില്ലേ? ബീന കേൾക്കുന്നില്ലേ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ബഹുമാനപ്പെട്ട ഡയറക്ടർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ കാർത്തികേയൻ സാർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ പോക്കർ മാഷ്, പ്രിയപ്പെട്ട ബഷീർ മാഷ്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജയകൃഷ്ണ സാർ, പ്രാദേശിക കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ്. സാംസ്കാരിക സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 40 വർഷം എന്നത് എനിക്ക് വളരെ ദീർഘമായ ഒരു കാലയളവായിട്ടാണ് തോന്നുന്നത്. മറ്റ് സ്ഥാപനങ്ങൾ പോലെ നിലനിൽക്കാൻ വളരെ പ്രയാസമുള്ള ഒന്നാണ് സാംസ്കാരിക സ്ഥാപനം, സംസ്കാരം പോലെ തന്നെ എന്ന് വിചാരിക്കുന്ന, അതിന് ബോധപൂർവമായ, അതായത് ഭരണാധികാരികളുടെ കീഴിൽ ബോധപൂർവമായ ശ്രമം നടന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ. പിന്നെ ഒരു സെക്കൻഡ്, മറ്റുള്ളവരെ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ, ഈ ശബ്ദം ഉണ്ടാകുന്നു. പിന്നെ തുറന്നോളൂ. ഈ ഒരു ദിനം നമ്മൾ വളരെ വിപുലമായി ആഘോഷിക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മുടെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് ഇങ്ങനെ ഒരു ചുരുങ്ങിയ രീതി, എന്നിട്ടും വളരെ മനോഹരമായി തന്നെ സംഘടിപ്പിച്ചത് ജയകൃഷ്ണൻ സാറിന്റെ വളരെ കഠിനമായ ശ്രമം കൊണ്ടാണ്. കഴിഞ്ഞ 40 വർഷത്തെ പ്രാദേശിക കേന്ദ്രത്തിന്റെ ചരിത്രം ജയകൃഷ്ണൻ സാർ വളരെ ചുരുക്കി നമ്മളോട് സംസാരിച്ചു. വളരെ വിപുലമായി അദ്ദേഹം അത് ആ ലേഖനത്തിൽ, കേരള കൗമുദിയുടെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാദമികമായി വളരെ സമ്പന്നമായിട്ടുള്ളൊരു ഭൂതകാലമായിരുന്നു പ്രാദേശിക കേന്ദ്രത്തിന് ഉണ്ടായിരുന്നത് എന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഓർക്കുന്നത്. പിന്നീട് പ്രാദേശിക കേന്ദ്രത്തിലെ ജീവനക്കാരുടെ അംഗസംഖ്യ കുറഞ്ഞ ഒരു സന്ദർഭത്തിൽ ആണ് പോക്കർ മാഷ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായി വരുന്നത് 2007. ഞങ്ങളടക്കമുള്ള ഒരു ബാച്ച് വരുന്നത്. ഞങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ ചുരുങ്ങിയ 3-4 സ്ഥിരം ജീവനക്കാർ മാത്രമുള്ള ഒരു സ്ഥാപനമായി കഴിഞ്ഞിരുന്നു. പിന്നീടാണ് ഇവിടെ ആൾബലം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രാദേശിക കേന്ദ്രം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നത്.
പോക്കർ മാഷിന്റെ നേതൃത്വത്തിൽ 4 അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾ നടക്കുകയുണ്ടായി. കോഴിക്കോട് വെച്ചിട്ട് പ്രാദേശിക കേന്ദ്രത്തിന്റെ ജീവനക്കാരെയും അതേപോലെ തന്നെ ഹെഡ് ഓഫീസിലുള്ള ജീവനക്കാരുടെയും സഹകരണത്തോടുകൂടി 4 അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് കേരളത്തിലെ പ്രമുഖരായ എഴുത്തുകാരെയും കേരളത്തിന് പുറത്തുള്ള എഴുത്തുകാരെയും അതേപോലെ വിദേശികളായിട്ടുള്ള എഴുത്തുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ സജീവമായ പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോക്കർ മാഷ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ കോഴിക്കോട് വന്ന് താമസിച്ച് ഭാഷാൻഷൂട്ടിന് വേണ്ടി കോഴിക്കോട് വന്ന് താമസിച്ച് ഈ പ്രവർത്തനങ്ങളിൽ ഈ പരിപാടികൾ പങ്കാളികളായി എന്നുള്ളത് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മനു ഡാഷ്, പപ്പ തുടങ്ങിയ ഉക്രൈനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ, ഇങ്ങനെ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കോഴിക്കോട് ഒരാഴ്ചയോളം ഉണ്ടാവുക എന്നുള്ളത് കോഴിക്കോട്ടുകാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായിരുന്നു, വളരെ സന്തോഷകരമായിരുന്നു. ഒരുപാട് ആഹ്ലാദകരമായ കുറേ ദിവസങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ 4 അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾ 2007 മുതലുള്ള 4 അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങളിൽ എനിക്ക് തോന്നുന്നു പിന്നീട് നമ്മൾ KLF, കോഴിക്കോട് നടക്കുന്ന KLF, തിരുവനന്തപുരത്ത് നടക്കുന്ന ഫെസ്റ്റിവൽ എന്നിവയ്ക്കൊക്കെ മാതൃകയായിട്ട്, അതിന്റെയൊക്കെ മുന്നോടിയായിട്ട് ഒരു മികച്ച മാതൃകയായിട്ട് നിന്നിട്ടുള്ളത് പോക്കർ മാഷിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവങ്ങൾ തന്നെയാണ്. പിന്നീട് CSTTയുടെ സഹകരണത്തോടുകൂടി നടത്തിയിട്ടുള്ള ഗ്ലോസറികളാണെങ്കിലും, പോക്കർ മാഷ നേരത്തെ സംസാരിച്ചു, ഗ്ലോസറികളാണെങ്കിലും വിവർത്തന ക്യാമ്പുകളാണെങ്കിലും ഭാഷാ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയുള്ള പരിപാടികളായിട്ടും പ്രാദേശിക കേന്ദ്രം വളരെ സജീവമായി നിൽക്കുകയായിരുന്നു. അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഡയറക്ടർ MR തമ്മാൻ സാറായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും അന്താരാഷ്ട്ര പുസ്തകോത്സവമായിട്ടും വളരെ വിപുലമായിട്ടുള്ള പുസ്തക പ്രസിദ്ധീകരണമായിട്ടും, അത് അന്ന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 45ാം വാർഷികത്തോടനുബന്ധിച്ച് 101 ശാസ്ത്ര പുസ്തകങ്ങൾ നിർമ്മിച്ചെടുക്കുക എന്നുള്ള വളരെ വളരെ ശ്രമകരമായ ജോലി സമയബന്ധിതമായി തീർക്കുകയും അത്തരത്തിൽ പുസ്തക പ്രസിദ്ധീകരണ രംഗത്തിന് പുതിയൊരു മാനം കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് കാർത്തികേയൻ സാർ വന്നപ്പോൾ നമ്മുടെ വിൽപ്പന പല വിധത്തിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിൽപ്പന സെൻട്രലൈസേഷൻ അതിൽ കൊണ്ടുവന്നു എന്നുള്ളത് വിൽപ്പനയെ കൂടുതൽ സുഗമമാക്കി തീർത്തു. പിന്നീട് പുസ്തക പ്രസിദ്ധീകരണ രംഗത്ത് ഇപ്പോഴും ഏറ്റവും പുതിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മളൊരു നിശ്ചലാവസ്ഥയായിരുന്നു. 7, 8, 9 മാസങ്ങളായിട്ട് കഴിഞ്ഞ നിശ്ചലാവസ്ഥയായിരുന്നു. പക്ഷെ ആ നിശ്ചലാവസ്ഥയിലും സ്ഥാപനത്തെ സജീവമാക്കി നിലനിർത്താൻ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നു. ആ ഇടപെടലുകളാണ് ഇപ്പോഴും നമ്മളെ ഈ പറഞ്ഞ കോവിഡ് കാലത്ത് നമ്മളെ സജീവമാക്കി നിർത്തുന്നത്. ഇതിനെല്ലാം ഒരു തുടർച്ച ഈ അതാത് കാലത്തുള്ള ഡയറക്ടർമാരുടെ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ നിലനിൽക്കുന്ന സാറിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയായിട്ട് തന്നെയാണ് ഞങ്ങൾ പ്രാദേശിക കേന്ദ്രത്തിലെ ജീവനക്കാർ ഈ 40ാം വാർഷികത്തിന്റെ ആഘോഷത്തെ, പിറന്നാൾ ആഘോഷത്തെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഒരൊറ്റ ദിവസത്തെ കുറച്ചു നേരത്തെ ഒരു പരിപാടി മാത്രമാക്കി ചുരുക്കേണ്ടിയിരിക്കുന്നു. അതിലുള്ള ഒരു സങ്കടം കൂടി പറയുന്നതോടൊപ്പം സാറിനോട്, കാർത്തികേയൻ സാറോട്, ഈ ഒരു നമ്മുടെ ഒരു പരിമിതി മറികടക്കാൻ ഈ 40ാം വാർഷികം എന്നുള്ളത് 2020 നവംബർ മുതൽ അടുത്ത നവംബർ വരെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനും, നമുക്ക് എപ്പോഴാണോ കോവിഡ് കഴിഞ്ഞ് സുഗമമായിട്ടുള്ള ഒരു കാലം വരുന്നത്, ഏറ്റവും അടുത്ത ആ കാലത്ത് ഈ പറഞ്ഞതുപോലെ വിപുലമായിട്ടുള്ള ഒരു പുസ്തകോത്സവം 8 or 10 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുകയും നമ്മൾ ഇത്രയും കാലം തടഞ്ഞു വെക്കപ്പെട്ട പുസ്തക പ്രകാശനങ്ങളും അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ജോലി പൂർത്തീകരിച്ച ഒരുപാട് പുസ്തകങ്ങൾ, 40ൽ കുറയാത്ത പുസ്തകങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പുസ്തകങ്ങളുടെ പ്രകാശനവും വിവിധ പരിപാടികളും ചേർത്തുകൊണ്ട് ഒരു വലിയ പരിപാടി, വാർഷിക ആഘോഷ പരിപാടി പ്രാദേശിക കേന്ദ്രത്തിന് വേണ്ടി കോഴിക്കോട് സംഘടിപ്പിച്ചു തരണമെന്ന് ഡയറക്ടറോട്, കാർത്തികേയൻ സാറോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിയിൽ ഞങ്ങളുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ജീവനക്കാരുടെയും പങ്കാളിത്തം കൂടി ഇതിൽ ഉറപ്പുവരുത്തുന്നു. ഇത്തരം ഒരു പരിപാടി ഇവിടെ വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾ ഉള്ളിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചു വന്ന ഞങ്ങളുടെ അസിസ്റ്റന്റ് ഡയറക്ടറോട് കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
നിർത്തുന്നു. ശ്രീമതി ബീനയുടെ നല്ല വാക്കുകൾക്ക് നന്ദി. ശ്രീമതി ബീന പറഞ്ഞ കാര്യം നമുക്ക് സജീവ പരിഗണനയിലുള്ളതാണ്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുമെന്ന് ഞാനിപ്പോൾ അറിയിക്കുകയാണ്. ഡിവിഷൻ ചടങ്ങുകൾ അവസാനിക്കാറായില്ലേ? സാറ് നിർത്താറ് ഇസഹാക്കിന്റെ നന്ദിക്ക് മുന്നായിട്ട് സാർ ഒരു ബോർഡൊന്ന് അനാച്ഛാദനം ചെയ്യാനുണ്ട്. അപ്പൊ അത് അനാച്ഛാദനം ചെയ്തായിട്ട് സാർ ഒന്ന് പ്രഖ്യാപിക്കണം. അതെ, അതെവിടെയാ ഒന്ന് കാണിക്കൂ. കാണിക്കാം ഇസഹാക്കെ. അത് നമ്മുടെ പഴവള രമേശൻ മുതലുള്ള ഇവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു ബോർഡാണ്. അപ്പൊ അത് അനാച്ഛാദനം ചെയ്തിട്ട് സാറ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഞാൻ ആ കർട്ടനങ്ങ് മാറ്റാം. അപ്പോ പ്രഖ്യാപിക്കട്ടോ? പ്രഖ്യാപിക്കണം. അപ്പോൾ കോഴിക്കോട് പ്രാദേശിക കേന്ദ്രത്തിൽ ഇതുവരെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള, ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ പട്ടിക, കാലഗണനാപരമായി അവതരിപ്പിച്ചിട്ടുള്ള പട്ടിക അനാച്ഛാദനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ചടങ്ങുകൾ അവസാനിപ്പിക്കാം അല്ലേ? ഔപചാരിക നശിപ്പിക്കാൻ വേണ്ടി പ്രാദേശിക കേന്ദ്രത്തിലെ ജീവനക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ഇസഹാക്കിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് പ്രാദേശിക കേന്ദ്രം ഇന്നിവിടെ 40ന് നിലവിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ ആവേശം പകർന്ന ഒരു രീതിയാണ് ഇന്നിവിടെ അവലംബിക്കുന്നത്. ഇപ്പം പ്രാരംഭം മുതലുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പരിപാടിയിലൂടെ എന്നെ പോലുള്ളവർക്ക് വീക്ഷിക്കാനും അറിയാനും സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളിൽ തന്നെ ഒരു മുൻതൂക്കം കിട്ടുന്ന ഒരു 4 വർഷം തന്നെയാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 2 ജില്ലകളിലായി പുതിയ വിൽപ്പനശാലകൾ, അതുപോലെ തന്നെ പ്രാദേശിക കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണൂർ വിൽപ്പനശാലയുടെ നവീകരണം, കോഴിക്കോട് വിൽപ്പനശാലയുടെ നവീകരണം നടക്കാൻ വേണ്ടി പോകുന്നു. പ്രാദേശിക കേന്ദ്രം തന്നെ 40 വർഷമായിട്ട് ഒരു മാറ്റവുമില്ലാത്ത പ്രാദേശിക കേന്ദ്രത്തിന്റെ റിനോവേഷൻ അടുത്ത മാസം മുതൽ ആരംഭിക്കുകയാണ്. അപ്പം അത്തരം സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ഈ 40ാം വർഷത്തിന്റെ ഒരു രീതി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെ. സാർ, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കട്ടെ. ആദ്യമായി ഈ മനോഹരമായ ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ അലങ്കരിച്ച് അതിന്റെ അധ്യക്ഷത ഭംഗിയായി നിർവഹിച്ച ബഹു ഡയറക്ടർ പ്രൊഫസർ വി കാർത്തികൻ സാറിനെ ഞാൻ വളരെ സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായി തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പോക്കർ മാഷ്, അദ്ദേഹം കാര്യങ്ങൾ കുറെ വിവരിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും. അപ്പം അത്തരം രീതിയിൽ ഞങ്ങളോട് സംസാരിച്ച് ഈ ചടങ്ങ് വളരെ മനോഹരമായി തന്നെ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് വളരെ സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മറ്റേ പ്രാദേശിക കേന്ദ്രം രൂപം കൊണ്ട ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് ബഷീർ മാഷി. അദ്ദേഹത്തിനെ തന്നെ നമുക്ക് ഈ 40ാം വർഷത്തിലും ഇതിന്റെ മുഖ്യാതിഥിയായി കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിനും വളരെ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം വഹിച്ചത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രാദേശിക കേന്ദ്ര അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജസ്വലത ഈ കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് പ്രാദേശിക കേന്ദ്രം തന്നെ നോക്കി കണ്ടാൽ മനസ്സിലാവും. പല ആളുകളും പ്രാദേശിക കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവർ അതിശയോക്തിയോട് കൂടിയിട്ടാണ് നോക്കി കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇനിയും ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവർത്തിക്കാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹത്തിനും ഞാൻ വളരെ സ്നേഹാദരങ്ങളോടെ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിച്ചത് ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തകയായിട്ടുള്ള ശ്രീമതി MP ബീനമേഡാണ്. ബീനമേഡത്തിനും വളരെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ വീക്ഷിക്കുന്ന, ഫേസ്ബുക്ക് വഴി വീക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ ജീവനക്കാരുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ അധ്യക്ഷന്റെ അനുമതിയോടുകൂടി തന്നെ ചടങ്ങ് അവസാനിപ്പിക്കാവുന്നതാണ്. സാർ, അതിനു മുമ്പ് ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. ഞങ്ങളെ ഭാഷ 40ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കേക്ക് ഞങ്ങൾ മുറിക്കുന്നുണ്ട് അവിടെ. ആ പരിപാടി കൂടി ഒന്ന് സാറ് വീക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാം. എനിക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ഒന്ന് നുണയാൻ പോലും അവസരം തരാതെ ആ കേക്ക് എന്നെ കൊണ്ട് കേക്ക് വിർച്വലായി മുറിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഓക്കെ, ഇത് കോവിഡൊക്കെ മാറുമ്പോ എനിക്കൊരു പുതിയ കേക്ക് വാങ്ങിച്ചു തരണം. ഞാൻ ഇവിടുത്തെ നമ്മുടെ ജീവനക്കാർക്കെല്ലാം ഞാൻ വിതരണം ചെയ്യും. അത് തീർച്ചയായിട്ടും.
അപ്പൊ എല്ലാവരും പ്രാദേശിക കേന്ദ്രത്തിൽ കേക്ക് നുണഞ്ഞ് സന്തോഷിക്കുക. നമുക്ക് വരും കാലങ്ങളിൽ തുടർന്ന് കൂടുതൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാം. നമ്മൾ വിപുലമായ പരിപാടി സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ പുസ്തകം കൂടുതൽ ഉണ്ടാക്കുകയും കൂടുതൽ പുസ്തകങ്ങൾ വിൽക്കുകയും, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതൊക്കെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്കൊന്നും പറയാൻ പോലും